ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്താടി ഹിമാറ ഇങ്ങനെ ചിരിക്കുന്നു? അല്ലാന്ന് ഇങ്ങളല്ലേ പറഞ്ഞേ പിശാച് മനുഷ്യനെ ഉപദ്രവിക്കൂലെന്ന്. ഉപദ്രവിക്കൂന്ന് അതിനിപ്പോ എനിക്ക് എന്നാ വേണ്ട ഹിമാറെ? എന്നാ പിന്നെ നമ്മള് ജിന്നിനെ വിളിച്ച് സഹായം തേടിയാല് എന്നാ തെറ്റ്? അതിനല്ലേ നമ്മള് വിഷ്ണുങ്കാട് പറയുന്നേ, പിശാച് മനുഷ്യനെ ഉപദ്രവിക്കൂ വസ്വാസാക്കുമെങ്കിൽ പിന്നെ ജിന്നിനെ വിളിച്ച് സഹായം തേടിയെന്ന് തെറ്റ്? ഇങ്ങനെ നാസൈതളിക്കൈ പറയുന്നേ. അതിനല്ലേ വിഷ്ണുങ്കാരും ഫൈസൽ മുസ്ലിയാരെല്ലാം പറഞ്ഞിനെ എപ്പാട് മൊഴിവല്ലോ പിശാച് ഉപദ്രവിക്കും എന്നുള്ള പറഞ്ഞു ഒരു മനുഷ്യനാ. അതന്നെ പിന്നെ എന്തേലും പറയുന്നിട്ട് ഇനി കേടുന്നോ അറിവ് കിട്ടി പിശാച് ഉപദ്രവിച്ചോട്ടെ, പിശാച് വസവാസം ഉണ്ടായിക്കോട്ടെ. അതിനിപ്പോ അനിക്കെന്നാ ഇപ്പൊ വേണ്ട? അല്ല അങ്ങനെ നമുക്കൊന്ന് അള്ളാഹ് പറഞ്ഞേ ജിന്നിനെയും ജിന്നിനെയും മൽക്കിനെയും വിളിച്ച് സഹായം തേടിയാലെന്നാ? പിന്നെ ജിന്നിനെയും മലക്കിനെയും വിളിച്ച് സഹായം തേടിയിട്ട് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് മാറ്റിക്കൂടെ? ഞാനതുകൊണ്ട് തന്നെയല്ലേ വിഷ്ടം മെമ്പറായിന്, വിഷ്ടത്തിന്റെ ഗേൾസ് പ്രസിഡന്റാണ്. വിഷ്ടത്തിന്റെ എല്ലാത്തിനും ഞാൻ പോകും. വിഷ്ട നല്ല. ആരിൽ നിന്ന് ഉത്തരം കിട്ടും എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുകൂടി വിശദീകരിക്കണം. മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടുമ്പോൾ ഉത്തരം കിട്ടാറുണ്ട്. ഗുരുവായൂർ അമ്പലത്തേക്ക് നേർച്ചയാക്കുമ്പോൾ ഉത്തരം കിട്ടാറുണ്ട്. പക്ഷെ അവിടൊക്കെ ഉത്തരം ചെയ്യുന്നത് ഒരു മുസ്ലിമിന്റെ വിശ്വാസം അള്ളാഹു തന്നെയാണ് എന്നതാണ്. കാരണം ഒരു ഇസ്തിദ്റാജാണത്, അവനെ പരീക്ഷിക്കുകയാണ്. ശിർക്ക് ചെയ്യുന്നവനിക്കും ചിലപ്പോൾ ഉത്തരം കിട്ടാറുണ്ട്, അവന്റെ ആഗ്രഹ സഫലീകരണം നടക്കാറുണ്ട്. പക്ഷെ ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തത് ആ മരണപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് അള്ളാഹു തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് അവനെ ഒന്നുകൂടി അവനെ പരീക്ഷിക്കുകയാണ്, അവനെ ഷിർക്കിലേക്ക് വീണ്ടും തള്ളിവിടുകയാണ്. കാരണം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പണി ചെയ്തവനാണ്. അപ്പൊ ഞാൻ അതിൽ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു തആല എന്ത് ചെയ്യാണ്? അവനെ വീണ്ടും അതിലേക്ക് തന്നെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവനക്ക് ഉത്തരം കിട്ടും. മൂല്യന്മാരൊക്കെ പറച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ കുത്തുബിയ്യത്ത് നേർച്ചയാക്കിയാല് ഞങ്ങൾക്ക് ഗുണം കിട്ടാറുണ്ടെന്നൊക്കെ. നിന്റെ ഉപ്പ എഴുതിയതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ജബ്ബാർ മൗലവി എഴുതിയതാ, അതാണ് നീ കൊണ്ടുവരേണ്ടത്. അത് ഇസ്ലായിൽ ഉണ്ടാവും. ആ ഇസ്ലാമിന്റെ ഫോട്ടോ എടുത്തെങ്കിൽ വിട്ട്, മനസ്സിലല്ലോ? നിന്റെ ഉപ്പയോ നിന്റെ പെങ്ങളോ നിന്റെ അനിയനോ എഴുതിയത് എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ജബ്ബാർ മൗലവി എഴുതിയതാ, അത് നീ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. എന്നിട്ട് എന്തിനായി വിഷ്ണു കാവാലികരി ഇങ്ങനെ വിഷ്ണു കാവാലികരി വിഷ്ണു കാവാലികരി ചിലപ്പോ അങ്ങനെ പെച്ചുപോയി. ഖുർആൻ കാണുമ്പോ പേടി, സുന്നത്ത് കാണുമ്പോ പേടി, അലർജികളായി വീണ വിഷ്ണുജിന്റെ നീയവിടെ ഫൈസൽ മുസ്ലിയാര് മാളത്തിലിരുന്നിട്ട് ചോദിച്ചൊരു സംഭാഷണമാണ്. ഖുർആൻ കാണാൻ പേടി, സുന്നത്ത് കാണാൻ പേടി, എങ്കിലും എൻ വിഷ്ടം ജിന്നെ പാതാളത്തിൽ നീയെവിടെ? കാണുന്നില്ലേ നിൻകാണുങ്ങൾ, ഇന്ന് വരെ കേൾക്കാത്ത ആ ശബ്ദങ്ങൾ ജിന്നെ നീയൊന്ന് കേൾപ്പിച്ചു തന്നാൽ നമ്മളെ സംഘടന വിജയിക്കും. ഇഷ്ടം എന്താ ചെയ്യാ? അങ്ങനെ ആയതുണ്ടോ? എന്റെ അടിയാത്തിമാർ നിങ്ങൾ പള്ളിയിലെ തൊട്ട് വിലക്കരുത് എന്ന് പറഞ്ഞത് ഇനി എന്താ ചെയ്യാന്ന് പറയും? നിങ്ങൾ അറാമെന്നല്ല പറയുന്നത്. നിങ്ങൾ അറമിൽ പോയാൽ പോലും സ്ത്രീകളെ അറമിൽ നിസ്കരിക്കാതെ റൂമിനകത്ത് കൊണ്ട് നിസ്കരിക്കും പാട്ടുജാഹിലുകള്. ഇപ്പൊ ഒരു 20 കൊല്ലം ഖുർആന്റെ അർത്ഥം പഠിക്കുന്ന മനുഷ്യന്മാർ ഖുർആൻ എന്ത് ലാ ശരീക ലഹു ഇതെല്ലാം പഠിക്കുന്നു. മനസ്സിലായ ഇത് ലൈല ഫിന്നാറ് ലൈല ഫിന്നാറ്
وسكر الشمس بأجر مسمى ذلكم الله ربكم له ملك والذين تدعون ما يملكون കിത്മീർ. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെന്ന് ഈ ആകാശം ഇതാരാണ് കറക്കുന്നത് മനസ്സിലായ? ലാസ്റ്റ് ചെന്ന് ഈ അള്ളാഹു അല്ലാതെ ഒരു അണുമണിയും അള്ളാഹു അല്ലാതെ പഠിപ്പിച്ചില്ല. ഇൻ തദ്ഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ യസ്തജാബു ലക്കും മാ യസ്തജാബു യൗമൽ ഖിയാമത്തി യക്ഫുറൂന ശിർക്കക്കും വലാ മുബയ്യിതുന കസീർ. മനസ്സിലായ? എന്ത് പറയുന്നത്? അള്ളാഹു അല്ലാതെ ആര് കേൾക്കല? മനസ്സിലായ? അതും നിങ്ങൾക്ക് അറിയല അതിന്റെ അർത്ഥം ഞാൻ പഠിപ്പിച്ചു തരുന്ന. ഇത് നല്ലവരുണ്ടെങ്കിൽ എന്നോട് പറയും, ഞാൻ ഖുർആന്റെ അർത്ഥം പഠിപ്പിച്ചു തരുന്ന. ഓക്കെ. ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവമുണ്ട്. ഈ വിസിറ്റങ്കാരൻ കൊണ്ടേ കൊടുത്തുക. എന്നിട്ട് വിസിറ്റങ്കാരത്തിന് കള്ളും കുപ്പി കൈ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരനെ ആരോ കൂട്ടി. എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴിനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാ ചികിത്സിച്ചത്. അതാണ് വിസിറ്റത്തിന്റെ പാരമ്പര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, മുജാഹിദിന്റെ പാരമ്പര്യം. ലബീദിച്ചായന്മാരുടെ ജൂതന്മാരുടെ സിഹിറുബാധയേറ്റ് 6 മാസക്കാലം പൊട്ടക്കിണറ്റിൽ വീണ ഒരു പ്രവാചകനാക്കിയിട്ട് മുത്ത് റസൂലുള്ളാഹിനെ മാറ്റിയ വിസ്ഡം തേർഡ് റേറ്റുകൾ പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു. നിങ്ങളിലേക്ക് വരുന്ന പ്രവാചകൻ സിഹിറുബാധയേറ്റവനോ സാഹിറുകാരന്റെ ബാധയേറ്റവനോ മജ്നൂനുകാരനോ ഒന്നുമല്ല. നല്ല കൃത്യമായിട്ട് നിങ്ങളോട് അള്ളാഹുവിന്റെ വഹി പ്രകാരം സംസാരിക്കുന്ന പ്രവാചകനാണ്. ആ പ്രവാചകനെ പോലും എങ്ങനെയാടാ നീയൊക്കെ എങ്ങനെയാണ് മുസ്ലിമാണ്? ആ സൈത്താന്റെ മോന് പറയുന്നതാണേ വിശുദ്ധ ഖുർആനിലെ കണാറിന്റെ പേരിലൊക്കെ എന്താ പോനാ പറയണത്? ചത്തുപോയ കണാറിന്റെ പേര് വിശുദ്ധ ഖുർആനിലെ അമാനുമോല് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഖുർആൻ എന്താണ് മനസ്സിലാക്കിയിട്ടുണ്ട്. മയ്യത്തിനടുത്ത് ഓതാനുള്ള അവനക്ക് വല്ലതും അറിയോ? ഖുർആൻ എന്താണെന്ന് അവർക്ക് അറിയോ? എന്നിട്ടല്ലേ ഞാൻ ഇങ്ങനെ പറയോ? ആ തർജ്ജമ വായിച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഏതോ പക്ക ഖുറാഫി പറഞ്ഞു കൊടുക്കുന്നത് അവനിങ്ങനെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. വിശുദ്ധ ഖുർആന്റെ പേരിലെ കളവ് പറയുന്നതേ, അള്ളാഹുവിന്റെ കലാമായ ഖുർആന്റെ പേരിലെ കളവ് പറയുന്നതേ ചത്ത കണാറിന്റെ പേരിൽ നിന്ന്. അങ്ങനെ ഒരു വാക്ക് അവൻ കാണിച്ചു തരാൻ പറയാം. അതില് ചത്ത കണാർ എന്ന് ഖുർആന്റെ തഫ്സീറിൽ അമാനവരുടെ അവൻ ആൺകുട്ടിയാണ് കാണിച്ചു തരാൻ പറ്റും അവനക്ക്. എന്റെ സഹോദര സനീർ സലാഹി, നിങ്ങൾക്ക് എന്തു പറ്റി സഹോദര? ഞാൻ നിങ്ങൾ പറഞ്ഞതാണ് പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം പച്ച മുശിരിക്കിൻ്റെതാണ്, പച്ച ശിർക്കൻ വിശ്വാസമാണ്. അത് ഏത് പണ്ഡിതന്റെ അടുത്തും ഞാൻ വരാം, എവിടെയും ഞാൻ വരാൻ തയ്യാറാണ്. നിങ്ങളുടെ ഈ വിശ്വാസമുണ്ടല്ലോ, ഏത് വിശ്വാസം? ഒരു മനുഷ്യനെ സ്വതന്ത്രമായി അവനക്ക് തോന്നുമ്പോൾ ആക്രമിക്കാനും അപകടപ്പെടുത്താനും കഴിയുന്നത് പോലെ അതേ രീതിയിൽ പിശാചിനും നമ്മളെ ഉപദ്രവിക്കാനും അപകടപ്പെടുത്താനും അവന് സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ മുശ്രിക്കിന്റെ വിശ്വാസമുണ്ടല്ലോ, ഇത് മുജാഹിദിന്റെ പേരിൽ നിങ്ങൾ നടത്തരുത് സനീർ സലാഹി. അത് വേണ്ട, മുജാഹിദ് പണ്ഡിതന്മാരുടെ പേരിലും വേണ്ട. അവരാരും അത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് അവരെ പിന്താങ്ങുന്നത്? ഇനി അങ്ങനെ അവർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരൂ, അവരുടെ ഏത് പണ്ഡിതന്മാരുടെ അടുത്തേക്കും ഞാൻ വരാൻ തയ്യാറാണ്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് വീണ്ടും നിങ്ങൾ ഇവിടെ സമ്മതിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എത്ര ആളുകളാ, അതും അൻസാരി ബിരുദമുള്ളവരും അതുപോലെ തന്നെ സലാഹി ബിരുദമുള്ളവരും ഒക്കെ. എന്തൊരു അത്ഭുതമാണ് ഇതൊക്കെ. ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്? ഈ കണ്ട കാലം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പഠിപ്പിച്ചത് ഇതാണോ? ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആക്രമിക്കുന്നത് പോലെയും അപകടപ്പെടുത്തുന്നത് പോലെയും പിശാചിനും ഇഷ്ടം പോലെ നമ്മൾ ഉപദ്രവിക്കാനും അസുഖപ്പെടുത്താനും അവന് തോന്നുന്ന രീതിയിൽ ആക്രമിക്കാനും തോന്നുന്ന രീതിയിൽ അപകടപ്പെടുത്താനും അവന് കഴിയുമെന്ന് അങ്ങനെ വിശ്വസിക്കണമെന്ന് പച്ച ശിർക്ക്. ഇത് ആര് പഠിപ്പിച്ചു നിങ്ങളെ? ഇതിന് നിങ്ങൾ KG-നെ പറയുന്നോ, KM-നെ പറയുന്നോ, KM മൗലവി പറയുന്നോ, ഉമർ മൗലവി പറയുന്നോ? ഇതാണോ അവരൊക്കെ പഠിപ്പിച്ചത്? ജിന്നിൻ കൂടാരം കണ്ടില്ലേ സൈപ്പുള്ള ജിന്നിൻ കൂടാരം കണ്ടില്ലേ? പുതിയ ജിന്ന് വേണം, പഴയ ജിന്ന് വേണം, ആരെ തേടി പിടിച്ചാലാണല്ലോ സൈപ്പുള്ള ജിന്നിൻ കൂടാരം കണ്ടില്ലേ? സ്വർഗത്തിലേക്ക് കുതിച്ചൊരു ചേതന വേദനയെന്നെഴുതിയ മുജാഹിദ്
കോട്ടന്റെ ജൽപ്പനം തള്ളിക്കളഞ്ഞോര് ആണല്ലോ യഥാർത്ഥ മുജാഹിദുകൾ. മന്ത്രി പറഞ്ഞ് ഉമർ മൂലം സ്വർഗത്തിലേക്ക് കുതിച്ചതിങ്ങനെ കുതിക്കുന്നുണ്ട്. സ്വർഗം ഇവരുടെ തറവാട് സ്വത്തല്ല, ഒരാൾ കുതിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടല്ല. അള്ളാൻ റസൂല് പറഞ്ഞെന്ന് അങ്ങനെ കിട്ടിയൊന്നുമില്ല. ആശ്രമത്തിന് മുബശ്ശരീങ്ങള് അള്ളാഹു തആല അറിയിച്ചതുകൊണ്ട് മാത്രം അറിയിച്ചു കൊടുത്തത്. സഹാബത്ത് പോലും സ്വർഗത്തിലാണെന്ന് പറയാൻ ഒരു വകുപ്പില്ല. ഫാത്തിമ ബീവിനോട് പറയാം, അങ്കിതിന് മാലിമ ശേത്തി മോളെ മുതൽ ചോദിച്ചോളൂ, പിന്നെ നീ ആശ്രമത്തിനാണ് ചോദിച്ചേക്കണ്ട, കയ്യിലാം നീ സ്വർഗത്തിൽ കുറിച്ചത് എന്നെ എന്തെന്ന് വെച്ചിട്ടുള്ള അവസ്ഥയാണ്. ഉമർ മൂലം പിന്നെ അന്തമായിട്ട് അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. എന്താ അയാളെ ആക്കി വെച്ച ആർക്കറിയാം? മുജാഹിദ് ഒറിജിനൽ വിശ്വാസം തന്നെ ആയിരിക്കും, മുജാഹിദിന്റെ ഏകദൈവത്തിൽ തന്നെ ആയിരിക്കും. അവസാനം എന്തെന്ന് അറിയോ? നമുക്കറിയില്ല.